ഡെമോക്രാറ്റുകളുടെ ചതുർദിന നാഷണൽ കൺവെൻഷൻ ഷിക്കാഗോയിൽ പൂർത്തിയായപ്പോൾ രണ്ട് ചരിത്രപരമായ നേട്ടങ്ങൾ അവിടെ കൈവരിക്കാൻ സാധിച്ചു. ഒന്ന്, കറുത്ത വംശജയും ഇന്ത്യയിൽ വേരുള്ളതുമായ കമലാ ഹാരിസ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യത നേടി. രണ്ട്, അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന രണ്ടാമത്തെ വനിത എന്ന റെക്കോർഡും അവർക്ക് ലഭിച്ചു. അങ്ങനെ ഇനി അവരെ കാത്തിരിക്കുന്നത് മറ്റൊരു സുവർണ നേട്ടമാണ്. 47ാം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കമലാ ഹാരിസ് ജയിച്ചാൽ അതൊരു ചരിത്രം തന്നെയായി മാറും. നേരത്തെ കറുത്ത വംശജനായ ബറാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആയതിനേക്കാൾ വലിയ ചരിത്ര നേട്ടമാണ് കമലാ ഹാരിസിനെ കാത്തിരിക്കുന്നത്. കമലാ ഹാരിസ് ഡെമോക്രാറ്റുകളുടെ സ്ഥാനാർത്ഥിയായി മാറിയതോടെ അമേരിക്കയിൽ മത്സരരംഗം കൂടുതൽ വ്യക്തവും ശക്തവുമായി. ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞു. അവരുടെ നാഷണൽ കൺവെൻഷൻ കഴിഞ്ഞ ജൂലൈയിൽ കൂടി ട്രംപിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിയോഗിച്ചിരുന്നല്ലോ. ഇതോടെ കമലാ ഹാരിസും ഡൊണാൾഡ് ട്രംപും തമ്മിൽ നേരിട്ടുള്ള യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. ഇതിൽ ആര് ജയിക്കും എന്നുള്ളത് നവംബർ 5 തെരഞ്ഞെടുപ്പിലാണ് തീരുമാനിക്കപ്പെടുക. ഡെമോക്രാറ്റുകളുടെ ഷിക്കാഗോ കൺവെൻഷൻ അത്യധികം ആകർഷണീയമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. വളരെയധികം പ്രമുഖരും പ്രശസ്തരുമായ വ്യക്തികൾ അതിൽ പങ്കെടുക്കുകയും അവരുടെ ശക്തമായ പ്രഭാഷണങ്ങൾ സദസ്സിനെ ഇളക്കി മറിക്കുകയും ചെയ്തു. ബറാക് ഒബാമയും മിഷേൽ ഒബാമയും നടത്തിയ പ്രസംഗങ്ങൾ അക്ഷരാർത്ഥത്തിൽ കോരിത്തെരിപ്പിക്കുന്നതായിരുന്നു. അമേരിക്ക കണ്ട ഏറ്റവും നല്ല പ്രസംഗങ്ങളിൽ ഒന്നായി ചിലർ ഇതിനെ വിശേഷിപ്പിക്കുക വരെ ചെയ്തു. ഒബാമയാണോ മിഷേലാണോ കൂടുതൽ കയ്യടി നേടിയത് എന്നത് മാത്രമായിരുന്നു സംശയം. അതുപോലെ തന്നെ ബിൽ ക്ലിൻ്റനും ജോ ബൈഡനും നിലയ്ക്കാത്ത കയ്യടികൾ ഏറ്റുവാങ്ങി. എന്നാൽ അതിൽ നിന്നെല്ലാം അതുക്കും മേലെയായിരുന്നു കമലാ ഹാരിസിൻ്റെ പ്രസംഗം എന്ന കാര്യത്തിൽ സംശയമില്ല. തൻ്റെ ദുരിതപൂർണമായ ബാല്യകാലം, തൻ്റെ അമേരിക്ക തമിഴ്നാട്ടുകാരിയായ അമ്മ ബാല്യത്തിൽ 16 വയസ്സിൽ അമേരിക്കയിൽ എത്തിച്ചേർന്നത്, പിന്നീട് ഒരു സിംഗിൾ മദറായി മാറിയത്, 2 കുട്ടികളെ വളർത്തിയെടുത്തത്, ആ കുട്ടികൾ അയൽക്കാരുടെയും സുഹൃത്തുക്കളുടെയും കരവലയങ്ങളിൽ വളർന്നു വന്നത്, അവരെ പൊന്നുപോലെ അമേരിക്കയിലെ സഹജീവികൾ വളർത്തിയത്, അതെല്ലാം വളരെ ഹൃദയസ്പൃക്കായ രീതിയിൽ കമലാ ഹാരിസ് വിവരിക്കുകയുണ്ടായി. അതായത് അവസരങ്ങളുടെ നാടായ അമേരിക്ക ഇവിടുത്തെ ജനങ്ങളെ എങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്നും അവരെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് എന്നതിനും താനാണ് ഏറ്റവും നല്ല മാതൃക എന്ന് അവർ വളരെ വ്യക്തമായി പറയുകയുണ്ടായി. കമലയുടെ പ്രസംഗത്തിൽ തൻ്റെ ജീവിത വീക്ഷണത്തെക്കുറിച്ചും ലോകവീക്ഷണത്തെക്കുറിച്ചുമൊക്കെ അവർ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു. ഇസ്രയേലിന് സംരക്ഷണം നൽകുന്നതോടൊപ്പം ഹമാസിൻ്റെ കീഴിലുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അവർ വ്യക്തമാക്കുകയുണ്ടായി. ഗാസയിലെ പ്രശ്നം, പലസ്തീനിലെ പ്രശ്നം അവ എത്രയും വേഗം പരിഹാരം കാണേണ്ട വിഷയങ്ങളാണെന്നും അതിനുവേണ്ടി 24 മണിക്കൂറും തങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. റഷ്യയെയും നോർത്ത് കൊറിയയെയും വിമർശിച്ചതിനോടൊപ്പം ലോകത്ത് ജനാധിപത്യം സുശക്തമായി നിലനിൽക്കേണ്ടതിൻ്റെയും സ്വാതന്ത്ര്യം എവിടെയും ഉദ്ഘോഷിക്കപ്പെടേണ്ടതാണ് എന്നതിൻ്റെയും ആവശ്യകതയും കമലാ ഹാരിസ് തൻ്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഡെമോക്രാറ്റുകളുടെ നാഷണൽ കൺവെൻഷനിൽ കമലയ്ക്ക് വേണ്ടി ഉയർത്തിയ
മുദ്രാവാക്യങ്ങളും ഏറെ ശ്രദ്ധേയമായിരുന്നു. കമലയുടെ അമ്മ ശ്യാമള നന്നേ ചെറുപ്രായത്തിൽ അമേരിക്കയിലെത്തി 2 കുട്ടികളെ വളർത്തുന്ന പ്രാരാബ്ദങ്ങൾക്കിടയിൽ അവർ എപ്പോഴും കുട്ടികൾക്ക് നൽകിയിരുന്ന ഉപദേശമായിരുന്നു ഡു സംതിങ്, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതിന് മറ്റൊരു മാനവുമുണ്ടായിരുന്നു. അതായത് പാവപ്പെട്ടവരെ, അഗതികളെ, സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ജനവിഭാഗങ്ങളെ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. ഈ സ്ലോഗൻ യഥാർത്ഥത്തിൽ മിഷേൽ ഒബാമയാണ് ഈ കൺവെൻഷനിൽ ആദ്യം അവതരിപ്പിച്ചത്. അത് കൺവെൻഷൻ്റെ ഒരു മുദ്രാവാക്യമായി മാറുകയും ചെയ്തു. കമലാ ഹാരിസിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്ന അർത്ഥത്തിൽ ഡു സംതിങ് എന്നാക്കി അവർ അതിനെ മാറ്റി. കൺവെൻഷനിൽ പങ്കെടുത്ത ആയിരങ്ങൾ ഡു സംതിങ് ഫോർ കമലാ ഹാരിസ് എന്ന വ്യാഖ്യാനത്തോടെ കടലിരമ്പുന്നത് പോലെ അവരത് ഏറ്റുപറയുകയും ചെയ്തു. അതുപോലെ തന്നെ വി ആർ നോട്ട് ഗോയിങ് ബാക്ക് കമലാ ഹാരിസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മുദ്രാവാക്യമാണ്. അതായത് പുരോഗമനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അമേരിക്കൻ ജനതയെ വിഭജനത്തിലേക്കും വംശീയതയിലേക്കും പോകുവാൻ ഒരു വശത്ത് ഊറ്റമായ ശ്രമം നടക്കുമ്പോൾ ഇല്ല, നമ്മൾ പിന്തിരിഞ്ഞു പോകില്ല, അതിലേക്ക് പോകില്ല, നമ്മൾ മുന്നോട്ട് തന്നെ പോകും എന്ന് ധ്വനിപ്പിക്കുന്നതിനാണ് വി ആർ നോട്ട് ഗോയിങ് ബാക്ക് എന്ന മുദ്രാവാക്യം അവിടെ ഉയർത്തിയത്. അത് അവിടെ കൂടിയിരുന്ന പ്രതിനിധികൾ ഒന്നടങ്കം ഏറ്റെടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് ബറാക്ക് ഒബാമ 2008 മത്സരിച്ചപ്പോൾ യെസ് വി ക്യാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത്. അത് 2024 ആയപ്പോഴേക്കും യെസ് ഷീ ക്യാൻ എന്ന മട്ടിൽ അവർ മാറ്റിയെടുത്തു. അതും ഡെലിഗേറ്റുകൾ നന്നായി സ്വീകരിക്കുകയുണ്ടായി. അമേരിക്ക ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യം, സ്വാതന്ത്ര്യം തുടങ്ങിയ മുദ്രാവാക്യങ്ങളും ഈ കൺവെൻഷനിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. അവയെല്ലാം അവിടെ തടിച്ചുകൂടിയ പ്രതിനിധികൾ ഏറ്റെടുക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, മിക്ക അമേരിക്കൻ ചാനലുകളും ഈ പരിപാടികൾ സജീവ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നതിനാൽ ലോകമെമ്പാടും ഈ സന്ദേശങ്ങൾ അവർക്ക് എത്തിക്കാനും സാധിച്ചു. ഡെമോക്രാറ്റ് നാഷണൽ കൺവെൻഷൻ്റെയും കമലാ ഹാരിസിൻ്റെയും തീരുമാനങ്ങൾക്കെതിരെ, അവർ പാസാക്കിയ പ്രമേയങ്ങൾക്കെതിരെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു കഴിഞ്ഞു. അദ്ദേഹം പതിവ് പോലെ ശക്തമായ ആക്രമണമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. അദ്ദേഹം ചോദിക്കുകയാണ്, ഈ കഴിഞ്ഞ 4 വർഷം നിങ്ങൾ ഉറക്കം തൂങ്ങുകയായിരുന്നു. നിങ്ങൾ എന്താണ് ചെയ്തത്? പലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു? കുടിയേറ്റം നിർബാധം തുടരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? നാണ്യപ്പെരുപ്പം കുതിച്ചു കയറിയപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? തൊഴിലില്ലായ്മ രൂക്ഷമായപ്പോൾ നിങ്ങൾ ഓടിയൊളിക്കുകയായിരുന്നു. ഇത്തരം ശക്തമായ ജനങ്ങളെ ബാധിക്കുന്ന, അമേരിക്കയെ ബാധിക്കുന്ന ചോദ്യങ്ങളാണ് ട്രംപ് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്യേണ്ടതും അതാണ്. നേരത്തെ അദ്ദേഹം കമലാ ഹാരിസിനെതിരെയും ജോ ബൈഡനെതിരെയും ഡെമോക്രാറ്റുകൾക്കെതിരെയും വളരെ ബാലിശമായ വ്യക്തിപരമായ ആക്ഷേപങ്ങളും വിമർശനങ്ങളുമാണ് ഉന്നയിച്ചു കൊണ്ടിരുന്നത്. അവരുടെ റാലിയിൽ എത്ര പേർ പങ്കെടുത്തു, കൺവെൻഷൻ മോശമായിരുന്നു തുടങ്ങിയ പ്രചാരണങ്ങളാണ് ട്രംപ് നടത്തിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പല അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവയെല്ലാം ഫാക്ട് ചെക്കിംഗ് എന്ന പേരിൽ മീഡിയ തന്നെ പൊളിച്ചെടുക്കുന്നതെന്ന് നാം കാണുകയുണ്ടായി. ഈ പശ്ചാത്തലത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങൾ വളരെയധികം
കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ ട്രംപ് അടിയന്തരമായി ഏറ്റെടുക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ഉപദേശകർ നിരന്തരമായി ആവശ്യപ്പെട്ടു വരികയാണ്. അതിൻ്റെ ഒരു തുടക്കമായിട്ട് വേണം ട്രംപിൻ്റെ ഈ പുതിയ ചോദ്യങ്ങളെ നാം വിലയിരുത്തേണ്ടത്. അമേരിക്ക എന്തായാലും അതിശക്തമായ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് വ്യക്തം.